വാർത്തകൾ വിശദമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. T20 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രാത്രി 7 അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. മൂന്നാം കിരീടം നേടി ചരിത്രം കുറിക്കാനാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വിവരങ്ങളുമായി പ്രിൻസ് വർഗീസ് ചേരുന്നുണ്ട്. പ്രിൻസ്, T20 ലോകകപ്പിന് ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വലിയ ഒരു പ്രതീക്ഷകളാണ് ഇപ്പോൾ ഇന്ത്യയും മലയാളികൾ ഉൾപ്പെടെ. അതിന്റെ പ്രധാന കാരണം മലയാളി താരമായ സഞ്ജു സാംസൺ തന്നെയാണ്. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ മത്സരത്തിലും സഞ്ജു വലിയ രീതിയിലുള്ളൊരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. ഇത്തവണയും അതേ പ്രകടനം തന്നെ നിലനിർത്തിയാൽ ഇന്ത്യക്കൊരു രക്ഷകനായി സഞ്ജു മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? അരുണിമ, ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ന് കാത്തിരിക്കുന്നത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ മാമാങ്കത്തിനാണ്. കുട്ടി ക്രിക്കറ്റിലെ ഈ കൊട്ടിക്കലാശത്തിൽ ലോകമെങ്ങുമുള്ള കായിക പ്രേമികളും അതോടൊപ്പം തന്നെയുള്ള സ്പോർട്സ് പ്രേമികൾ ഉൾപ്പെടെയുള്ള മലയാളികളും കാത്തിരിക്കുന്നത് സഞ്ജു സാംസൺ എന്ന ഒറ്റ ഒരു താരത്തിൻ്റെ പ്രകടനത്തോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഈ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും വലിയ ഒരു പ്രകടനത്തിന് കൂടിയാണ്. 2023 നവംബർ 19 നമുക്കെല്ലാം കപ്പിൽ കണ്ണീർ നിറച്ച ഒരു ഓർമ്മയുടെ കഥ കൂടിയുണ്ട്. 2.5 വർഷം മുമ്പ് ഇതേ സ്റ്റേഡിയത്തിൽ രോഹിത്തും സംഘവും ഓസീസിനെ തോൽപ്പിച്ച് പ്രാഥമിക റൗണ്ടിൽ നിന്ന് കരുത്തുറ്റ ജയവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ന് നേരിടുന്ന ന്യൂസിലാൻഡിനെ തന്നെ അവർ തോൽപ്പിച്ച് ഫൈനലിലെത്തിയപ്പോൾ ആ ഫൈനലിൽ ഓസീസ് നമ്മളെ തോൽപ്പിച്ചു വിട്ട അതേ സ്റ്റേഡിയത്തിലാണ് ഇന്ന് നമ്മൾ റെക്കോർഡുകൾ കുറിക്കാനായി ഇറങ്ങുന്നത്. T20 ലോകകപ്പ് നിലനിർത്തുന്ന ആതിഥേയ രാജ്യമെന്ന റെക്കോർഡും അതോടൊപ്പം തന്നെ തുടർച്ചയായ മൂന്നാം കിരീടം സ്വന്തമാക്കുന്ന രാജ്യമെന്ന റെക്കോർഡും നമ്മളെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ ഏറ്റവും വലിയ കുന്തമുന സഞ്ജു സാംസൺ എന്ന മലയാളി താരമാകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആകാംക്ഷയാണ് കാത്തിരിക്കുന്നത്. സഞ്ജു ന്യൂസിലാൻഡ് പരമ്പരയിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഒരു മോശം പ്രകടനമാണ് നടത്തിയതെന്ന വിലയിരുത്തലുകൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് T20 ലോകകപ്പ് വന്നെത്തുന്നത്. എന്നാൽ ആ പരമ്പരയിൽ 24, 6, 10 അങ്ങനെയുള്ള സ്കോറുകൾ പിന്തുടർന്ന സഞ്ജു ഒരു നിരാശാജനകമായ പ്രകടനമാണ് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം തൻ്റെ ബാറ്റിന് മൂർച്ച കൂട്ടുകയായിരുന്നു എന്നാണ് ബാക്കിയുള്ള T20 ലോകകപ്പിലെ 4 മത്സരങ്ങൾ നമുക്ക് തെളിയിച്ചു തന്നത്. സൂപ്പർ 8 നിർണായക പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 97 റൺസ്, സെഞ്ചുറിയോളം പോന്ന 97 റൺസും വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 89 റൺസും അത് നമ്മളെ തെളിയിച്ചു തരുന്നതാണ്. ഇന്ന് സെഞ്ചുറിയോളം പോന്ന ആ പ്രകടനം ഇന്ന് സെഞ്ചുറിയിലെത്തട്ടെ എന്നാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് പ്രേമികളും അതുതന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം സഞ്ജുവിൻ്റെ പ്രകടനം പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് എന്ന വലിയ ഒരു അവാർഡ് കൂടി അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ധോണിക്ക് മാത്രം സ്വന്തമായ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഒരു റെക്കോർഡ് കൂടി സഞ്ജു സാംസണ് കാത്തിരിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഇന്ന് മോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. 1000 റൺസ് അജിത് കുമാർ ചേരുന്നുണ്ട്. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് വിജയപ്രതീക്ഷ മുഴുവൻ സഞ്ജു സാംസണിൽ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിലെ മികച്ച പോരാട്ടം തന്നെ ഇത്തവണയും നിലനിർത്തുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം വിജയസാധ്യതയാണുള്ളത്? എത്രത്തോളം ഇത്തവണയും സഞ്ജു സാംസൺ ഇന്ത്യക്ക് രക്ഷകനായി മാറുമോ? താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? രക്ഷകനല്ല, നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം രക്ഷകൻ എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും ആ കോൺഫിഡൻസ്, ഒരു നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, അദ്ദേഹത്തിന്റെ ടാലന്റിനനുസരിച്ച് അദ്ദേഹം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അദ്ദേഹത്തിന്റെ ഫെയിലിയേഴ്സ് ഒക്കെ പിന്നോട്ട് പോയി. ഇപ്പൊ നല്ല കോൺഫിഡന്റ് ആയിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകും. പക്ഷെ പ്രതീക്ഷകൾ ഇപ്പം അതേതുപോലെയല്ല, പ്രതീക്ഷകൾ കുറച്ച് അധികമുണ്ട്. പക്ഷെ അങ്ങനത്തെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് സഞ്ജുവിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ്, ഇന്ത്യക്ക് ആവശ്യമുള്ള നല്ലൊരു പെർഫോമൻസ് അദ്ദേഹവും അഭിഷേകും കൂടി ഇന്ന് നൽകും എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കിട്ടിയാൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി ഞാൻ തന്നെയായിരിക്കും. കാരണം 2 മത്സരങ്ങൾക്ക് മുമ്പ് വേറൊരു ചാനലിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു, സഞ്ജുവിന് വേണ്ടത് ഒരു നല്ലൊരു ഇന്നിങ്സ്. കാരണം പ്രത്യേകിച്ച് ആ സിംബാബ്വെ ആയിട്ടുള്ള 24 ശേഷം ഞാൻ പറഞ്ഞൊരു പോയിന്റാണ്, സഞ്ജുവിന് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റിയാൽ അതൊരു തുടക്കമായിരിക്കും. അത് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസായിട്ട് 97 റൺസ് കാണിച്ചു.
അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടായിട്ടും ആ ഒരു പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്തു. ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ടീം മാനാണ് സഞ്ജു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതെല്ലാത്തിന്റെയും ഒരു പരിണിത ഫലം ഇന്ന് അദ്ദേഹത്തിന് നൽകാൻ പറ്റും തന്നെയാണ് എന്റെ വിശ്വാസം. നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ശ്രീ അജിത് കുമാർ, ന്യൂസിലൻഡിന്റെ ഇന്നത്തെ ഫൈനലിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കന്നി കിരീടം തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു മികച്ച പോരാട്ടം ന്യൂസിലൻഡിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ന് ആരൊക്കെ കളിക്കാനാണ് ഇറങ്ങാൻ സാധ്യത? ആദ്യമായിട്ട് പറയുന്നത് ന്യൂസിലൻഡ് ഒരു വളരെ നല്ലൊരു സൈഡാണ്. പക്ഷേ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന് മുമ്പ് നടന്ന സീരീസ്, ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലുള്ള സീരീസിൽ ഏറ്റവും നാം ശരിക്ക് അവരെ 4-1 പരാജയപ്പെടുത്തി. അപ്പൊ അത് തീർച്ചയായിട്ടും ന്യൂസിലൻഡിന്റെ മനസ്സിലുണ്ടാവും. കാരണം കഴിഞ്ഞ തവണ അവർ ഇന്ത്യയുടെ ഏറ്റവും പരാജയം മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യ ന്യൂസിലൻഡോട് കളിക്കുമ്പോൾ നമുക്ക് വിജയത്തോടെയാണ് നമ്മൾ അവരോട് കളിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട്. പിന്നെ ടീമിനെ കുറിച്ച് താങ്കൾ ചോദിക്കുമ്പം എന്നെ സംബന്ധിച്ചോളം ഒരു ചേഞ്ച് അനിവാര്യമാണ്. ആ ചേഞ്ച് എന്താന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദറായിരിക്കും തീർച്ചയായിട്ടും ചക്രവർത്തിയെക്കാളും ബെറ്റർ. കാരണം വരുണിന്റെ ബോളിംഗ് വളരെ വളരെ ഡിപ്ലോറബിൾ ആണ്, പ്രത്യേകിച്ച് ഈ സൂപ്പർ 8-ന് ശേഷം. അപ്പൊ അദ്ദേഹത്തിന് ഫോമിലും അല്ല. അപ്പൊ അദ്ദേഹത്തിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കുന്നതായിരിക്കും ഭേദം എന്നൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ പലപ്പോഴും ബെസ്റ്റ് 11 കളിക്കണം എന്നൊരു തോന്നലുണ്ട്. പിന്നെ ഇവിടെ വളരെയധികം നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലുള്ള ചർച്ചകളിൽ ഞാൻ കേട്ട ഒരു സംഭവം, അഭിഷേകിനെ മാറ്റാൻ സാധ്യതയുണ്ട്, അഭിഷേകിനെ മാറ്റി റിങ്കു സിംഗിനെ എടുക്കാനുള്ള സാധ്യതകൾ എല്ലാവരും പറയുന്നുണ്ട്. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം ന്യൂസിലൻഡ് വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്ന ആ പഴയ സീരീസ് എടുത്ത് നോക്കിയാൽ ന്യൂസിലൻഡുകാരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അഭിഷേക് ശർമ്മയാണ്. കാരണം അഭിഷേക് ശർമ്മ അവരോട് കളിച്ചതുപോലെ ഒരു ബാറ്റ്സ്മാനും അവരോട് കളിച്ചിട്ടില്ല. കാര്യം 3 ഇന്നിങ്സിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തുള്ളൂ, 2 ഇന്നിങ്സിൽ അദ്ദേഹം ഫെയിൽ ചെയ്തു. പക്ഷെ കളിച്ച ആ 3 ഇന്നിങ്സ് നിലന്മരും പരിശാക്കി ന്യൂസിലൻഡ് ബോളേഴ്സിനെ. അപ്പൊ അത് നമുക്ക് മറക്കരുത്. അപ്പൊ ന്യൂസിലൻഡ് ബോളേഴ്സിനെ ശരിക്കും പണ്ട് നമ്മൾ പറയാറുണ്ട് ഏത് ബോളർക്കും ഏറ്റവും പേടി ബോൾ ചെയ്തത് വീരേന്ദ്ര സേവാഗിനോടാണെന്ന്. അതുപോലെ തന്നെ ന്യൂസിലൻഡിലെ ഏത് ബോളർക്കും ഏറ്റവും കൂടുതൽ പേടി ബോൾ ചെയ്തത് അഭിഷേക് ശർമ്മയോടാ. അത്രയും പേടിയുള്ള ഒരു പ്ലെയറിനെ അവർ മാറ്റി നിർത്തും എന്ന് എനിക്ക് പ്രതീക്ഷിക്കില്ല. പക്ഷെ വരുൺ ചക്രവർത്തി എന്തായാലും മാറി വാഷിംഗ്ടൺ സുന്ദർ കളിക്കണം എന്നാണ്. കാരണം വാഷിംഗ്ടൺ ഒരു അദ്ദേഹം ഈ പവർ പ്ലേയിൽ ഒരു ഓവർ വളരെ നന്നായിട്ട് കഴിയും. കാരണം പവർ പ്ലേയിൽ ബോൾ ചെയ്ത് ശീലമുള്ള ഒരു വ്യക്തിയാണ് വാഷിംഗ്ടൺ സുന്ദർ. പ്രത്യേകിച്ച് നമ്മൾ IPL ശരിക്കും കണ്ടതാണ്. ബാറ്റിങ്ങും വരുണിനെ കളി എത്രയോ ബെറ്ററാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു ബാറ്റിംഗ് സ്ട്രെങ്തും കിട്ടും, നല്ലൊരു ബോളറിനെയും കിട്ടും. വരുൺ എന്നാ ഇപ്പം എന്നെ സംബന്ധിച്ചോളം വരുൺ ഇപ്പൊ ഒരു ബാധ്യതയായിട്ടുണ്ട് ടീമിന്. കാര്യം നമ്പർ 1 ബോളർ ഓഫ് ദ വേൾഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് അദ്ദേഹം ബാറ്റ്സ്മാനെ പോലെയല്ല ബോളർ, അദ്ദേഹം ടോട്ടലി ഔട്ട് ഓഫ് ഫോം ആണ്. മാത്രമല്ല അദ്ദേഹത്തെ എങ്ങനെ കളിക്കണം ഇംഗ്ലീഷുകാരും വെസ്റ്റ് ഇന്ത്യൻസും എല്ലാം കാണിച്ചു തന്നു. സൗത്ത് ആഫ്രിക്കൻസ് മുതൽ തുടങ്ങി. സൗത്ത് ആഫ്രിക്കൻസ് ശരിക്കും നിലംപരിശാക്കി അതേ മെത്തേഡ് വെസ്റ്റ് ഇൻഡീസും യൂസ് ചെയ്തു, ഇംഗ്ലണ്ടും യൂസ് ചെയ്തു. ഇത് ന്യൂസിലൻഡുകാരെ കണ്ടിരിക്കും. തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇയാളെ നിലംപരിശാക്കാൻ പറ്റണത്. അപ്പൊ അതേ മെത്തേഡ് അത് ആലനൊക്കെ അടിക്കാൻ തുടങ്ങി നമ്മൾ കണ്ടതാണല്ലോ. ആലനെ എങ്ങനെ സൗത്ത് ആഫ്രിക്കൻസിനെ തകർത്തത്. അദ്ദേഹം വീണ്ടും ആ പഴയ ആ സെഞ്ചുറി ഫോം വീണ്ടും തിരിച്ചെടുത്താൽ അഭിഷേകിനൊന്നും വരുണ പ്രദേശത്ത് നിൽക്കാൻ പോലും പറ്റുണ്ടാവില്ല. അപ്പൊ ആ ഒരു റിസ്ക് എടുക്കരുത്. എൻ്റെ ഒരു വിശ്വാസത്തിൽ അഭിഷേക് വരുൺ ചക്രവർത്തിക്ക് പകരം വാഷിംഗ്ടൺ സുന്ദർ കളിച്ചാൽ ഈ ടീം പെർഫെക്റ്റ് ആയിരിക്കും. അതെ, ശരി, വ്യക്തമാണ്. ശ്രീ അജിത് കുമാർ നമ്മളൊപ്പം വിലപ്പെട്ട സമയം നമുക്കൊപ്പം ചിലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. ക്രിക്കറ്റ് നിരീക്ഷകനായ അജിത് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഫൈനൽ തന്നെയാണ് ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. എന്തായാലും കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യ ന്യൂസിലൻഡ് T20 ലോകകപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാജ്യമൊട്ടാകെ ഉറ്റുനോക്കുന്നത്. നമുക്ക് വീണ്ടും പ്രിൻസ് വർഗീസിലേക്ക് തന്നെ തിരികെ എത്താം. പ്രിൻസ്, ഇപ്പോൾ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇപ്പോൾ മത്സരം നടക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് 2023 ഒരു തോൽവി ഏറ്റുവാങ്ങിയ ഒരു സാക്ഷ്യം വഹിച്ച ഒരു സ്റ്റേഡിയം തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇത്തവണത്തെ മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മത്സരമായിരിക്കുമോ ഇത്തവണത്തെ ഈ ഒരു ഫൈനൽ? തീർച്ചയായും അരുണിമ, നരേന്ദ്രമോദി സ്റ്റേഡിയം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്റ്റേഡിയം തന്നെയാണ്.
ഏതാണ്ട് 1,32,000 കാണികളാണ് ഈ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്നത്. ലോക ക്രിക്കറ്റിലെ തന്നെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തവണത്തെ ഈ മത്സരം ഒരു വാശി തീർക്കലിൻ്റെ മത്സരം കൂടിയായിരിക്കും. കാരണം ഇതാണ്, ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മൾ ന്യൂസിലാൻഡിനെ റൺസിൻ്റെ റെക്കോർഡിൽ, അതായത് റൺസിൻ്റെ വിജയത്തിലുള്ള ഏറ്റവും വലിയ T20 മത്സര വിജയം ഇന്ത്യ നേടിയിട്ടുണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത് 268 റൺസ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ സ്കോർ ചെയ്ത ഇന്ത്യ 168 റൺസിൻ്റെ വിജയമാണ് ഈ സ്റ്റേഡിയത്തിൽ നേരത്തെ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടി ആദ്യം ബാറ്റ് ചെയ്താൽ ഇന്ത്യക്ക് ഒരു മുൻകൈ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുണിമ പറഞ്ഞതുപോലെ ഇന്നൊരു വാശി തീർക്കൽ മത്സരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ന്യൂസിലാൻഡ് ഈ മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. ന്യൂസിലാൻഡിനെ ഒരു കിരീട സാധ്യത ഈ ടൂർണമെൻറ്റിൽ തന്നെ ആരും കണക്കുകൂട്ടിയിരുന്നില്ല. അവർ പെട്ടെന്നായിരുന്നു കടന്നു വന്നത്. പക്ഷേ അവരുടെ ഒരു ടീമിൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ നല്ല ഓഫ് സ്പിന്നർമാരുള്ള, നല്ല ബാറ്റ്സ്മാൻമാരുള്ള ഒരു ടീമാണ് ന്യൂസിലാൻഡ്. ആ ന്യൂസിലാൻഡിനെ നേരിടുമ്പോൾ ഇന്ത്യ കരുതിക്കൂട്ടി തന്നെയാണ് കളത്തിലിറങ്ങുക എന്ന് നമുക്ക് നിസ്സംശയം പറയാം. വൈകിട്ട് 5:30 കൂടി തന്നെ ഈ മാമാങ്കത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. സമാപന ചടങ്ങുകളുടെ ഭാഗമായി തന്നെ ഗുജറാത്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഫാൽഗുനി പതക്കും, പഞ്ചാബി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് സുഖ്വീന്ദർ സിംഗും ചടങ്ങുകളുടെ മുൻകുറിയായി അവിടെ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും വലിയ ഒരു മത്സരത്തിലേക്ക് നമ്മൾ കടക്കുക. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാറ്റ്സ്മാൻമാരുടെ നിര അവർക്കുണ്ട്. ഈ ടൂർണമെൻറ്റിൽ തന്നെ T20 മത്സരത്തിൽ തന്നെ ഏറ്റവും വലിയ സെഞ്ചുറി നേടിയ 33 പന്തിൽ നിന്ന് 100 റൺസ് നേടിയ ഫിൻ അലനും അതേപോലെ തന്നെ ടീം സൈഫർട്ടും ഓപ്പണിംഗായി തന്നെ വലിയ പോരാട്ടം സെമി ഫൈനലിൽ കാഴ്ചവെച്ച ഇവർ രണ്ടുപേരും ഇന്ത്യയെ കുഴയ്ക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ വിക്കറ്റ് വേട്ടക്കാരിൽ തന്നെ മുൻപന്തിയിലുള്ള ജസ്പ്രീത് ബുംറയുടെ വിക്കറ്റ് വേട്ട നമ്മൾ കാത്തിരിക്കുകയാണ്. ബുംറയ്ക്ക് തക്ക പിന്തുണ നൽകിക്കൊണ്ട് ഹർദിക് പാണ്ഡ്യയും നമുക്ക് ശക്തരായ ബോളർമാരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഫോമിലല്ല എന്ന് ചില ക്രിക്കറ്റ് വിദഗ്ധർ പറയുമ്പോഴും വരുൺ ചക്രവർത്തി തന്നെയാണ് ലോകത്തിലെ ഇപ്പോഴും നമ്പർ 1 ബോളർ എന്നത് നമ്മൾ മറന്നുകൂടാ. അദ്ദേഹത്തിന് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് നമുക്ക് കരുതാം. കൂടാതെ നമ്മുടെ എല്ലാം പ്രതീക്ഷയായ സഞ്ജു സാംസൺ ബാറ്റിങ്ങിൽ കാട്ടുന്ന നമ്മൾ 2 കളികളിൽ വലിയ പ്രകടനം സഞ്ജു കാഴ്ചവെച്ചപ്പോഴും സെഞ്ചുറിയോളം പോകുന്ന ഒരു ഇന്നിങ്സ് നമുക്ക് ലഭിച്ചില്ല. ഇന്ന് ആ സെഞ്ചുറി നമുക്ക് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു റെക്കോർഡും അതോടൊപ്പം തന്നെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റിനുള്ള സഞ്ജുവിൻ്റെ മുന്നേറ്റത്തിന് വലിയൊരു മുഖ്യ പങ്കും വഹിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു കണക്ക് തീർക്കൽ തന്നെയായിരിക്കും ന്യൂസിലാൻഡിനെതിരെ തീർക്കുക എന്ന് നിസ്സംശയം പറയാം. കാരണം ന്യൂസിലാൻഡ് പരമ്പരയിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ആ കുറവ് ഇതോടുകൂടി പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിലുള്ള പ്രകടനം വളരെ മികച്ചതാണ് ഈ സമയത്ത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. കാരണം അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ റോയൽസിലുള്ള അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ നായക പദവിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലെ വ്യത്യാസങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം മികച്ച ഒരു ക്രിക്കറ്ററായി ഉയർന്നു വരികയാണ്. നല്ല ഒരു നായകനിൽ നിന്ന് നല്ല ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ മുൻപ് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ധോണിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു റെക്കോർഡ് സഞ്ജു സാംസൺ ഈ ടൂർണമെൻറ്റിലൂടെ ഇന്നത്തെ മത്സരത്തിലൂടെ കൈവരിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു റൺസിൻ്റെ അകലത്തിൽ നിൽക്കുകയാണ്. 999 റൺസ് നേടി വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന പദവിയിൽ നിന്ന് 1000 റൺസ് തികയ്ക്കുന്ന ഒരു ക്രിക്കറ്റ് താരമായി മാറുകയാണ് ഇന്ന് ഒരു റൺസ് കൂടി നേടിയാൽ സഞ്ജു സാംസൺ. അതോടൊപ്പം നിരവധി റെക്കോർഡുകളാണ് ഇന്ന് മോദി സ്റ്റേഡിയത്തിൽ പിറക്കാൻ പോകുന്നത്. തുടർച്ചയായി ലോക കിരീടം കൊണ്ടുപോകുന്ന ഒരു ആതിഥേയ രാജ്യമെന്ന റെക്കോർഡ് ഇന്ത്യക്ക് ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 കിരീടങ്ങൾ നേടുന്ന രാജ്യമെന്ന റെക്കോർഡും ഇന്ത്യ കരസ്ഥമാക്കുകയാണ്. അതിനെല്ലാം ഇന്ന് ലോകത്തിലെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. സഞ്ജുവിൻ്റെ ഈ മുന്നേറ്റം നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അത് ഇന്ന് സംഭവിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സെമിയിലും ക്വാർട്ടർ ഫൈനലിലും എല്ലാം അദ്ദേഹം കാഴ്ചവെച്ച സെഞ്ചുറിയോളം പോകുന്ന ആ പ്രകടനം ഇന്ന് ഫൈനലിലും പുറത്തെടുത്താൽ നമുക്ക് നിസ്സംശയം പറയാം ന്യൂസിലാൻഡിനെ കീഴടക്കി നമ്മൾ 3ാം കിരീടം ലക്ഷ്യമിടും. അതേസമയം തന്നെ ആദ്യ കിരീടമെന്ന സ്വപ്ന ദൂരത്തിലാണ് ഇപ്പോൾ ന്യൂസിലാൻഡും ഉള്ളത്. 2021 ഓസീസിനോട് തോറ്റ് കൈവിട്ടുപോയ ആ കിരീടം
കൊണ്ടുപോകാനാണ് മിച്ചൽ സാന്റണറും സംഘവും എത്തിയിരിക്കുന്നത്. അവർക്ക് നല്ല പിന്തുണയുമായി ഓഫ് സ്പിന്നർമാരായ ലോക്കി ഫെർഗൂസനും അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്രയും ഒക്കെ നല്ല പിന്തുണ നൽകുന്നുണ്ട്, ഒപ്പം ബാറ്റർമാരും. അതുകൊണ്ട് ഒരു മികച്ച പോരാട്ടം തന്നെ ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് ഫൈനലിൽ അത് കാണുവാൻ സാധിക്കും. അരുണിമ, അതുതന്നെയാണ് ഇപ്പോൾ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന സൂപ്പർ 8 പോരാട്ടത്തിലും ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലും ഒക്കെ ടോപ്പ് സ്കോററായ കളിയിലെ മികവ് പുലർത്തിയിട്ടുള്ള സഞ്ജു സാംസൺ ഇപ്പോൾ ഈ ഫൈനലിൽ എത്തുമ്പോഴും ഇതേ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ ഒരു 3ാമത്തെ ലോകകപ്പിലും ഈ സഞ്ജു സാംസന്റെ പേരും വരികയില്ലേ? അത് വലിയൊരു അഭിമാനമായിരിക്കില്ലേ മലയാളികളെ സംബന്ധിച്ച്? തീർച്ചയായും സഞ്ജു സാംസൺ പെട്ടെന്നൊരു ദിവസം കയറി വന്ന താരമല്ല. അദ്ദേഹം തൻ്റെ ബാറ്റിങ്ങിലൂടെയും വിക്കറ്റ് കീപ്പിങ്ങിലൂടെയും നിരവധി കാലത്തെ എക്സ്പീരിയൻസുകൾ പുറത്തെടുത്തുകൊണ്ടാണ് ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷത്തെ കാലം തന്നെ വളരെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചാടി മൈതാനത്തേക്ക് വന്ന ഒരു ബാറ്റ് വീശിയെത്തിയ ഒരു താരമല്ല. അദ്ദേഹം ക്രിക്കറ്റിനെ വളരെ സൂക്ഷ്മഭാവത്തോടെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ബാറ്റിംഗ് വേഗവും എല്ലാം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ക്രിക്കറ്റിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ടൂർണമെൻറ്റ്, ഈ ലോകകപ്പ് തന്നെ എടുത്താൽ തന്നെ അദ്ദേഹത്തിന് ഭാവിയിലേക്ക് വളരെ കാത്തുവച്ചിരിക്കുന്ന, ക്രിക്കറ്റ് ലോകത്ത് വളരെ വലിയൊരു സ്ഥാനം തന്നെ കാത്തുവച്ചിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലാണ് ഈ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം 4 മത്സരങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് 212 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശുന്നത്. ഇത്തരത്തിൽ ബാറ്റ് വീശുന്ന ഒരു താരം തന്നെ ഈ ടൂർണമെൻറ്റിൽ ഇപ്പോഴില്ല. കാരണം 4 മത്സരങ്ങളെ അദ്ദേഹത്തിന് കളിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും 9 മത്സരങ്ങൾ, ഇന്ത്യ തന്നെ ഇപ്പോൾ 9 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. 10ാം മത്സരത്തിനാണ് ഇറങ്ങുന്നത്. അദ്ദേഹം 4 മത്സരങ്ങളിൽ നിന്ന് തന്നെ 212 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവം നമുക്ക് മനസ്സിലാകുന്നത്. ക്രിക്കറ്റിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ബാറ്റിംഗ് ശൈലിയും വിക്കറ്റ് കീപ്പിംഗ് ശൈലിയും തന്നെ വളരെ ഉദാഹരണ സഹിതം നമുക്ക് മറ്റുള്ളവർക്ക് പകർത്താവുന്നതാണ്. അത്തരത്തിൽ അദ്ദേഹം സഞ്ജു സാംസൺ എന്ന മലയാളി താരം ഇന്ന് ക്രിക്കറ്റിൻ്റെ നെറുകയിലെത്തിയിരിക്കുകയാണ്. മറ്റു മലയാളികൾക്കെല്ലാം തന്നെ കൈവരിക്കാനാകാത്ത, ക്രിക്കറ്റിൻ്റെ മേഖലയിൽ മറ്റു മലയാളികൾക്കെല്ലാം കൈവരിക്കാൻ ആകാത്ത രീതിയിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം ഇന്ന് നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചാൽ കഴിയുക എന്നുള്ള നിസ്സംശയം തന്നെ പറയുവാൻ സാധിക്കും. അരുണിമ, ശരി, വ്യക്തമാണ് പ്രിൻസ്. T20 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് കിരീട പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രാജ്യമൊട്ടാകെ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. രാത്രി 7-ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലൊക്കെയാണ് മത്സരം നടക്കുക. മലയാളികളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. മലയാളി താരം സഞ്ജു സാംസൺ സെമിയിലെ അതേ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണെങ്കിൽ ഫൈനലിലും അതേ പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ആരാധകർ. എന്തായാലും 3ാം കിരീടം നേടി ചരിത്രം കുറിക്കാനാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളൊക്കെ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ ആരാധകർ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രിൻസ് വർഗീസാണ്.